Prince and Friends. ഗുഡ് ഈവനിങ് കൊച്ചു കൂട്ടുകാരെ. ദേ കണ്ടില്ലേ, നമ്മുടെ പ്രിൻസ് അവിടെ നിങ്ങളെ കാണാൻ വേണ്ടിയുള്ള ഒരുക്കത്തിലാണെന്ന് തോന്നുന്നു. കൊച്ചു കൂട്ടുകാർക്ക് വേണ്ടി ഷാലോൺ TV അവതരിപ്പിക്കുന്ന പ്രിൻസ് ആൻഡ് ഫ്രണ്ട്സ് എന്ന പ്രോഗ്രാമിലേക്ക് നിങ്ങൾ കൊച്ചു കൂട്ടുകാരെ കൂടി കൂട്ടാൻ വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത്. അങ്ങ് ദൂരെ ദൂരെ ഒരു കൊച്ചു ഗ്രാമമുണ്ട്, ഗ്രേസ് ലാൻഡ്. അവിടെയാണ് നമ്മുടെ പ്രിൻസിന്റെയും കൂട്ടുകാരുടെയും സ്ഥലം. ഗ്രേസ് ലാൻഡ്. എന്തു മനോഹരമാണല്ലേ ഈ സ്ഥലത്തിന്റെ പേര് കേൾക്കാൻ തന്നെ. അതേ കുട്ടികളെ, പേര് പോലെ തന്നെ അത്ര മനോഹരമാണ് നമ്മുടെ പ്രിൻസിന്റെ സ്ഥലവും. അവിടെ ഉള്ളവരാണ് നിങ്ങളോട് കൂട്ടുകൂടുവാനും കളിക്കുവാനും പിന്നെ കൊച്ചു കൊച്ചറിവുകൾ പകർന്നു തരുവാനും വരുന്നത്. ഞാൻ എന്നെ പരിചയപ്പെടുത്തിയില്ലല്ലോ. ഞാനാണ് ഫെർണാണ്ടോ. എന്നെ ഗ്രാൻഡ്ഫ എന്നോ മുത്തച്ഛനെന്നോ നിങ്ങൾക്ക് വിളിക്കാം. ഞാനും ഈ ഗ്രേസ് ലാൻഡിലെ താമസക്കാരൻ തന്നെയാണ് കേട്ടോ. കൊച്ചു കൂട്ടുകാരെ, ഇതാണ് ബൈബിൾ, നമ്മുടെ വിശുദ്ധ ഗ്രന്ഥം. ഇതിലൂടെ നമ്മുടെ ജീവിതം എങ്ങനെ ലളിതമായി നയിക്കാമെന്ന് ദൈവം മനസ്സിലാക്കി തന്നിരിക്കുന്നു. എങ്ങനെ നന്മയുടെ പാതയിലൂടെ നടക്കാം, അങ്ങനെ നന്മയുടെ പാതയിലൂടെ നടന്നാൽ എന്താണ് ഗുണം, നന്മയും തിന്മയും എങ്ങനെ തിരിച്ചറിയാം, ദൈവത്തിലേക്കുള്ള വഴിയേത്, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ. അങ്ങനെ നോക്കിയാൽ നമുക്ക് എത്രയുണ്ട് പഠിക്കുവാനും മനസ്സിലാക്കുവാനും, അല്ലേ കുട്ടികളെ? അതുകൊണ്ട് നമുക്ക് ബൈബിളിനെ തന്നെ ആസ്പദമാക്കി എല്ലാത്തിനും ലളിതമായ ഉത്തരങ്ങൾ കണ്ടെത്താൻ നോക്കിയാലോ? ഇന്നത്തെ സമൂഹം മുൻപോട്ടു പോകുന്ന സാഹചര്യത്തിൽ ബൈബിൾ നമുക്ക് എങ്ങനെ വഴികാട്ടിയാകുമെന്ന് നോക്കാം. ദേ കണ്ടോ, വീണ്ടും സംശയം. ഇതൊക്കെ പറയാൻ ഞാൻ ആരാണെന്ന്? ഞാനാണ് നിങ്ങളുടെ കൂട്ടുകാരൻ പ്രിൻസിന്റെ ഗ്രാൻഡ്പ. ഇപ്പൊ സംശയം മാറിയില്ലേ ഞാനെന്താ ഇവിടെന്ന്? ഇനിയും സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ കൊച്ചുമോൻ പ്രിൻസിനോട് ചോദിക്കുക കേട്ടോ. എന്റെ കൊച്ചുമോനായതുകൊണ്ട് പറയല്ല കേട്ടോ, അവനൊരു കൊച്ചു മിടുക്കനാണെന്നേ. പിന്നെ മിടുക്കനാകാതിരിക്കുമോ? അവൻ ആരുടെയാ കൊച്ചുമോൻ? ഈ ഫെർണാണ്ടോയുടെ. അത് പറഞ്ഞപ്പോഴാ ഓർത്തത്. നിങ്ങൾക്ക് പുതിയ കൂട്ടുകാരെയെല്ലാം പരിചയപ്പെടണ്ടേ? എങ്കിൽ നമുക്ക് തുടങ്ങിയാലോ? ഇതാണ് പ്രിൻസ്, നിങ്ങളുടെ പുതിയ കൂട്ടുകാരൻ, എൻ്റെ കൊച്ചുമോൻ. ഇതാണ് സ്റ്റെഫി, പ്രിൻസിന്റെ വലിയ കൂട്ടുകാരിയാ. ഇത് ആഡം, ഭയങ്കരനാണ് കേട്ടോ. ഇത് റൊമാക്സ്, ഇവനെ സൂക്ഷിക്കണം. ഇത് ആൽബർട്ടോയും സാറയും, പ്രിൻസിന്റെ മമ്മിയും ഡാഡിയുമാണ് കേട്ടോ. ഇത് നിങ്ങളുടെ മുത്തശ്ശി. ഗുഡ് മോർണിംഗ്. എന്താ റോമെക്സ് വൈകിയത്?
റെഡിയായി വന്നപ്പോ താമസിച്ചതാ. അല്ല, ആദ്യം വന്നില്ലേ? അവന്റെ കാര്യം അറിയാമല്ലോ. ഒന്നെങ്കിൽ ഒത്തിരി നേരത്തെ, അല്ലെങ്കിൽ ഒത്തിരി താമസിച്ച്. ഏതായാലും 2 മിനിറ്റ് കൂടി കാക്കാം. ഹോ, മടുത്തു ഇവനെ കൊണ്ട് എപ്പോഴും ലേറ്റ്. പ്രിൻസ് കാത്തിരുന്ന് മടുത്തു കാണും. ഈ ആദം ഇത് എന്തെടുക്കുവാണാവോ? അവിടെ നിക്കാൻ. നിന്നോടാ പറഞ്ഞ അവിടെ നിക്കാൻ. എന്റെ പൊന്നും കുരിശു മുത്തപ്പ, ഈ തുമ്പിനെ വഴി തെറ്റിച്ചല്ലോ. സമയവും പോയി. സ്റ്റെഫിയും റോമസും തന്നെ ശരിയാക്കും. വരട്ടെ ഇങ്ങോട്ട്, ഞാൻ അവനെ ഇന്ന് ശരിയാക്കും. ഇതറിയാവുന്നത് കൊണ്ടാ ഞാൻ ഇന്നലെ സമയം 1 മണിക്കൂർ കൂട്ടി പറഞ്ഞത്. എന്നിട്ടും ദേ അവൻ വരുന്നുണ്ട്. ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. അതും 1/2 മണിക്കൂറായി നിനക്ക് വേണ്ടി ഇവിടെ കാത്തിരിക്കുന്നു. നീ എന്താ എപ്പോഴും ഇങ്ങനെ താമസിക്കുന്നേ? ഞാൻ നേരത്തെ തന്നെ ഇറങ്ങിയതാണ്. അപ്പൊ ആരാ വരുന്നേ? ആരാ? എന്റെ ഒരു അയൽക്കാരൻ. എന്നിട്ടെന്താ പറഞ്ഞത്? എന്റെ പൊന്നാദം, ഇപ്പൊ തന്നെ ലേറ്റാണ്. പോകുന്ന വഴി പറഞ്ഞാ പോരെ? എന്നിട്ട് ആ ചേട്ടൻ എന്റെ സൈക്കിളിന്റെ വലിയൊരു കുറവ് കണ്ടുപിടിച്ചു. കുറവോ? എന്റേത് പഴയ സൈക്കിളല്ലേ, ഒരുപക്ഷെ അതുകൊണ്ടാവും. നീ കാര്യം പറ ആദം. അതെ, ഞാൻ സൈക്കിൾ ഓട്ടി പോകുമ്പോ ഇടയ്ക്കൊക്കെ ഒരു ടയർ പുറകോട്ടാ കറങ്ങുന്നെന്ന്. ഞാൻ ടെൻഷനായി പോവില്ലേ? ഇത് കണ്ടുപിടിച്ചത് വീട്ടുകാരെ കാണുമായിരുന്നെങ്കിൽ അവര് പറഞ്ഞേനെ ഇത് ഞാനാ കളഞ്ഞതെന്ന്. എന്നിട്ട് നീ എന്ത് ചെയ്തു? എന്ത് ചെയ്യാൻ, നേരെ സൈക്കിൾ വർക്ക്ഷോപ്പിലോട്ട് കൊണ്ടുപോയി. അതങ്ങ് നന്നാക്കി. മിടുക്കൻ. എന്നിട്ട് അവരെത്ര രൂപ വാങ്ങി? അതല്ലേ രസം, അവരൊന്നും തന്നെ വാങ്ങിയില്ലെന്നേ. ഒരുപക്ഷെ അവർക്കെന്നെ അറിയാമായിരിക്കും. അങ്ങനെ ആ പ്രശ്നം സോൾവ് ആക്കി. അല്ലേലും ആദം ഒരു മിടുക്കൻ തന്നെയാ. വളരെ വളരെ ശരിയാ. പ്രിൻസ് ഇപ്പൊ വരൂട്ടോ. ഡ്രസ് മാറിക്കൊണ്ടിരിക്കുവാ. സോണിന്റെ അനിയന്റെ ബർത്ത്ഡേ പാർട്ടി എപ്പോഴാ? പരിപാടി ഉച്ചയ്ക്ക് മാറ്റി. നേരത്തെ ചെന്ന് അവനൊരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയാ. പറ്റുമെങ്കിൽ അനിയൻ എന്തെങ്കിലും ടോയ്സ് വാങ്ങി കൊടുക്കുകയും വേണം. ആഹാ, അപ്പോ അതിനല്ലേ പ്രിൻസ് അവന്റെ കുടുക്ക പൊട്ടിച്ചത്? കുടുക്ക പൊട്ടിച്ചെന്നോ? ആ, അടുത്ത വർഷം ഒരു പുതിയ സൈക്കിൾ വാങ്ങിക്കാൻ വേണ്ടിയാ അവൻ കുടുക്കയിൽ രൂപയിട്ട് തുടങ്ങിയത്. പ്രിൻസ് അല്ലേലും അങ്ങനെയാണേ. ശരിയാ, മറ്റുള്ളവരുടെ കാര്യം കഴിഞ്ഞിട്ടെ അവന് വേറെന്തുള്ളൂ. എന്നാലും ഡ്രസ് മാറാൻ ഇത്രയും സമയം വേണോ? ആ, ദേ വന്നല്ലോ. ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് പ്രിൻസ്. ഞാനല്പം താമസിച്ചല്ലേ, സോറി കേട്ടോ. ഓ, അതിനെന്താ പ്രിൻസ്, ഇതൊക്കെ ക്ഷമിച്ചല്ലേ. പിന്നെ ഞങ്ങൾ എന്ത് സുഹൃത്തുക്കളാ. വാ, നമുക്ക് പോവാ. ഓക്കെ.
ആരാണെന്നൊന്നും അറിയില്ല. ഈ നാട്ടുകാരൊന്നും അല്ലെന്നാ തോന്നുന്നത്. ഇപ്പൊ ഒരു ലോറി തട്ടിയതാ. പോലീസിനെ അറിയിച്ചിട്ടുണ്ടെന്നേ. മക്കള് പൊക്കോ. എന്നാ ഇവിടെ നിക്കണ്ട, വാ പോകാം. വാ പ്രിൻസേ. അപ്പുപ്പ ഇന്നെനിക്ക് കഥ പറഞ്ഞു തരാന്ന് പറഞ്ഞതല്ലേ? ആ അപ്പൂപ്പൻ ആ കാര്യം അങ്ങ് മറന്നുപോയി. ഇപ്പോ ഏത് കഥയാ പറയാ? നല്ല ശമരിയാക്കാരന്റെ കഥ തന്നെ പറഞ്ഞു കൊടുക്കൂ. പ്രിൻസ് മോനും അതുപോലെ തന്നെ ആവട്ടെ. എന്റെ കർത്താവേ, എന്തൊരു അത്ഭുതമായിരിക്കുന്നു ഇത്. എന്റെ കുട്ടിക്കാലത്തും എനിക്ക് നല്ല സമരിയക്കാരന്റെ കഥ പറഞ്ഞു തരാൻ തന്നെയാണല്ലോ അമ്മ അച്ഛനോട് പറഞ്ഞിരുന്നത്. ഇപ്പോഴിതാ പ്രിൻസിനോടും. ശരിയാ, എത്ര തലമുറ കഴിഞ്ഞാലും നല്ല സമരിയക്കാരന്റെ കഥകളുടെ പ്രസക്തി ഒരിക്കലും നഷ്ടപ്പെടുകയേയില്ല. സമരിയക്കാരന്റെ കഥ കേട്ട് വളർന്ന എന്റെ ബാല്യം പോലെ എന്റെ പ്രിൻസിന്റെ ബാല്യവും നേരിന്റെ വഴിയിലൂടെ ആയിരിക്കണമേ എന്റെ കർത്താവേ. മോനെ പ്രിൻസേ, നല്ല സമരിയാക്കാരന്റെ കഥ കേട്ടിട്ടില്ലേ? അതുപോലെ ആയിരിക്കണം നമ്മളും. ആ കഥ ഒന്നുകൂടി പറയപ്പൂപ്പ, ഞാൻ ശരിക്കും ഓർക്കണില്ല. പ്രിൻസ്, നീ കഴിഞ്ഞ ദിവസം കൂടി ചിൽഡ്രൻസ് ബൈബിളിൽ ആ കഥ വായിക്കുന്നത് ഞാൻ കണ്ടതാണല്ലോ. അത് സാരമില്ല. ചിൽഡ്രൻസ് ബൈബിൾ ഇവിടെ തന്നെ ഉണ്ടല്ലോ. ഞാൻ അത് എടുത്തു തരാമെന്നേ. ഈ കഥ ഞാൻ വായിച്ചിരുന്നു, പക്ഷെ മുഴുവൻ വായിക്കാൻ സമയം കിട്ടിയില്ല. അപ്പൂപ്പ, ഈ കഥ ഒന്നുകൂടി പറഞ്ഞു തരാമോ? ഓ അതിനെന്താ, പക്ഷേ ശ്രദ്ധിച്ചു കേൾക്കണം കേട്ടോ. ശരി അപ്പൂപ്പ. നന്നായി ശ്രദ്ധിച്ചാൽ ഈ കഥ നമ്മുടെ കൺമുമ്പിൽ നടക്കുന്നത് പോലെ തന്നെ തോന്നും. ആ ശരി. ഒരാൾ ജെറുസലേമിൽ നിന്നും ജെറീക്കോയിലേക്ക് പോവുകയായിരുന്നു. എന്താ പ്രിൻസ് മോനെ, കാണാൻ സാധിക്കുന്നുണ്ടോ? ശരിയാ അപ്പൂപ്പ, ചിത്രങ്ങൾക്ക് ജീവൻ വെക്കുന്ന പോലെ. മോൻ തുടർന്നും ഇതുപോലെ തന്നെ ശ്രദ്ധിക്കണം കേട്ടോ. ശരി അപ്പൂപ്പ, ഞാൻ നന്നായി ശ്രദ്ധിച്ചോളാം. ആ കാലത്ത് ഒരാൾ ജെറുസലേമിൽ നിന്നും ജെറീക്കോയിലേക്ക് പോവുകയായിരുന്നു. ആ കാലത്ത് വണ്ടിയൊന്നുമില്ലല്ലോ. അപ്പോ കഴുതപ്പുറത്ത് സാധനങ്ങളൊക്കെ വെച്ച് പതുക്കെ വിശ്രമിച്ചിട്ടൊക്കെ ആകുമല്ലോ യാത്ര. അങ്ങനെ നടന്ന് കാടുപോലത്തെ ഒരു സ്ഥലത്തെത്തി. അവിടെ കുറച്ചു സമയം വിശ്രമിക്കാമെന്ന് അയാൾ കരുതി. കുറച്ചു കഴിഞ്ഞ് എന്തോ ഒരു ശബ്ദം കേട്ട് അദ്ദേഹം ഞെട്ടി ഉണർന്നു. ആ വഴിയിലുണ്ടായിരുന്ന കവർച്ചക്കാർ അയാളെ മർദ്ദിച്ചവശനാക്കിയിട്ട് അയാളുടെ കയ്യിലുണ്ടായിരുന്ന സാധനങ്ങളെല്ലാം എടുത്ത് കടന്നു കളഞ്ഞു. അപ്പോ ആ സമയത്ത് ആ വഴി ഒരു പുരോഹിതൻ വന്നു. ആ പുരോഹിതൻ അദ്ദേഹത്തെ കണ്ടു. പക്ഷേ ആ പുരോഹിതൻ അദ്ദേഹത്തെ സഹായിക്കാതെ കടന്നു കളഞ്ഞു. അതുപോലെ ഒരു ലേവായനും ആ വഴി വന്നു. ലേവായനും അദ്ദേഹത്തെ സഹായിക്കാതെ കടന്നുപോയി. പിന്നീട് ആ വഴി വന്നത് ഒരു സമരിയാക്കാരനായിരുന്നു. ശരിക്കും ജെറുസലേംകാര് സമരിയാക്കാരെ വളരെ വെറുപ്പോടെയാണ് കണ്ടിരുന്നത്. പക്ഷേ തളർന്നു കിടക്കുന്ന ആളെ സഹായിച്ചത് ആ സമരിയാക്കാരനായിരുന്നു.
സമരിയാക്കാരൻ അദ്ദേഹത്തിന്റെ മുറിവിൽ എണ്ണയും വീഞ്ഞുമൊഴിച്ച് മുറിവ് കെട്ടി കഴുതയുടെ പുറത്ത് സത്രത്തിലേക്ക് കൊണ്ടുപോയി. ആ സമരിയാക്കാരൻ സത്രം സൂക്ഷിപ്പുകാരന്റെ കയ്യിൽ 2 ധനാറ കൊടുത്തിട്ട് പറഞ്ഞു, ഇവന്റെ കാര്യം നോക്കിക്കോണമെന്ന്. കൂടുതലായി എന്തെങ്കിലും ചിലവാവുകയാണെങ്കിൽ ഞാൻ തിരികെ വരുമ്പോ തന്നുകൊള്ളാമെന്നും പറഞ്ഞു. മോനെ പ്രിൻസേ, ആപത്ത് സമയത്ത് കൂട്ടുകാരനാണോ ശത്രുവാണോ എന്ന് നോക്കാതെ സഹായിക്കുന്നവനാണ് യഥാർത്ഥ മനുഷ്യൻ. ഒന്ന് ആലോചിച്ചു നോക്കിയേ, കൊള്ളക്കാരന്റെ അടിയേറ്റ് കിടക്കുന്നത് നമ്മളാണെങ്കിലോ? എന്നിട്ട് ആ വഴിയെ പോകുന്നവർ നമ്മളെ സഹായിച്ചില്ലെങ്കിലോ? ശരിക്കും അവരുടെ പേരെന്താ? മോനെ, ജാതി മതവും പേരൊക്കെ നമ്മൾ ഇടുന്നതല്ലേ. ദൈവത്തിന് മുന്നിൽ എല്ലാവരും സ്വന്തം മക്കളാണ്. എപ്പോഴും മനുഷ്യന്മാർ എല്ലാവരും സഹോദരന്മാരാണ്. ഒരു സഹോദരനെ സഹായിക്കേണ്ടത് അയാളുടെ സഹോദരനായ മറ്റൊരു വ്യക്തിയല്ലേ. അതുകൊണ്ട് ആർക്കെപ്പോ സഹായം ആവശ്യം വന്നാലും അപ്പോൾ തന്നെ സഹായിക്കണം. അവിടെ പേരോ നിറമോ ഒന്നും നോക്കരുത് മോനെ. പ്രിൻസേ, നീ എന്തായി ആലോചിച്ച് നിൽക്കുന്നേ? വാ. പ്രിൻസേ വരൂന്നേ. ഫ്രണ്ട്സ്, ഇപ്പോൾ ഈ ചേട്ടനെ സഹായിക്കേണ്ടത് നമ്മളാണ്. നമ്മൾ ഈ സമയത്ത് ചേട്ടനെ സഹായിക്കാതെ ബർത്ത്ഡേ സെലിബ്രേഷന് പോയിട്ട് എന്താ പ്രയോജനം? പക്ഷെ പ്രിൻസ്, നമ്മൾ എന്ത് ചെയ്യാനാ? ദൈവം കൂടിയുണ്ടെങ്കിൽ നല്ല കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ എന്തിനാ പേടിക്കുന്നത്? പോരെങ്കിൽ ദേ ഈ കൂട്ടുകാരും നമ്മളോടൊപ്പം ഉണ്ടല്ലോ. കൂട്ടുകാരെ, ഞങ്ങൾ ഈ ചേട്ടനെ സഹായിക്കേണ്ടേ? ഞങ്ങൾ ചെയ്യുന്നത് നല്ല കാര്യമല്ലേ? നല്ല കാര്യമാണെങ്കിൽ നിങ്ങളൊരു ലൈക്ക് അടിച്ചേ. നോക്കിയേ, ഈ കൂട്ടുകാരെല്ലാം നമ്മുടെ കൂടെയാണ്. ഇനി വരുന്ന വണ്ടിക്ക് നമ്മൾ ഈ ചേട്ടനെ ആശുപത്രിയിലാക്കുന്നു. ഓക്കെ ഓക്കെ. എന്താ പറ്റിയത്? എന്തിനാ ഇത് കാണിച്ചത്? ഓഹോ, നിങ്ങള് മനുഷ്യരെ കളിയാക്കാൻ വേണ്ടി റോഡിൽ ഇറങ്ങി നാടകം കളിക്കാണല്ലേ? ഒന്ന് പോവളരെ. അതല്ല ചേട്ടാ, ദേ നോക്കിയേ, ആ ചേട്ടൻ വണ്ടി ഇടിച്ച് കിടക്കുന്നതാ. ഇപ്പൊ തന്നെ വയ്യ. ഇനിയും സമയം വൈകിയാൽ അവസ്ഥ മോശമാവും. എങ്ങനെയെങ്കിലും ആശുപത്രിയിൽ എത്തിക്കണം. എനിക്കങ്ങ് വയ്യ, പോയിട്ട് വരെ പണികളാണ്. പ്ലീസ് ചേട്ടാ, പ്ലീസ്. ഞങ്ങൾ വേണമെങ്കിൽ പൈസ തരാം. നമ്മൾ ഗിഫ്റ്റ് വാങ്ങിക്കാൻ വെച്ച പൈസ എങ്ങെടുത്തേ? ഒന്ന് വേഗം ആവട്ടെ, എനിക്ക് വരെ പണിയുള്ളതാ. പ്രിൻസേ, അത് വേണോ? അത് വേണം. പൈസ എങ്ക് താ. ശരി ശരി, ഇനി അയാളെ കേറ്റ്. കണ്ടോ, നമ്മുടെ കൂട്ടുകാരെ കൈയടിച്ചത്. വാ പ്രിൻസേ. ആ ശരിയാ, നമുക്ക് പോകാം.
നല്ല കാര്യങ്ങൾ പ്രസംഗിക്കുമ്പോഴോ പഠിപ്പിക്കുമ്പോഴോ അല്ല ഒരാൾ നല്ല മനുഷ്യനാകുന്നത്. അത് പ്രവൃത്തിയിലൂടെ കാണിക്കുമ്പോഴാണ്. പ്രിൻസിനെ കാണുന്ന എല്ലാവർക്കും ആ കാര്യം ഇപ്പോൾ മനസ്സിലായി കാണും. അങ്ങനെ ചെയ്യുമ്പോഴാണ് നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ സ്വന്തം മക്കളായി തീരുന്നത്.